ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു ഗ്രാമർ ലെസണാണ്. നോട്ട് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം, വേർബിൻ്റെ ബേസ് ഫോം നോട്ട് ടു പ്ലസ് V1. അതുപോലെ തന്നെ നോട്ട് ടു ഹാവ് പ്ലസ് V3 ഫോം. V3 എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നോട്ട് ടു ഹാവ് പ്ലസ് V3. പിന്നെ നോട്ട് ടു ഹാവ് ബീൻ പ്ലസ് V3 ഫോം. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നോട്ട് ടു പ്ലസ് V1. നോട്ട് ടു പ്ലസ് V1 ഫോം ഓഫ് എ വേർബ്. നമുക്ക് ഒരാളോട് ഒരു കാര്യം ചെയ്യല്ലേ എന്ന് പറയണം. അത് നമ്മൾ ഡയറക്റ്റായിട്ട് അയാളോട് പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് അവിടെ ഇരിക്കല്ലേ എന്നെങ്ങനെ പറയും? ഡോണ്ട് സിറ്റ് ദർ അല്ലേ? അപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ ഡോണ്ട് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുക. പിന്നെ ഡോണ്ട് ഉപയോഗിച്ചിട്ട് പിന്നെ വേർബിൻ്റെ V1 ഫോം ഡോണ്ട് സിറ്റ് ദർ അവിടെ ഇരിക്കല്ലേ, ഡോണ്ട് സ്റ്റാൻഡ് ദർ അവിടെ നിൽക്കല്ലേ, ഡോണ്ട് ഗോ ദർ അവിടെ പോകല്ലേ. ഇങ്ങനെ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു കുട്ടി അവിടെ വല്ലാത്ത ബഹളം വയ്ക്കുന്നു, വല്ലാത്ത ശല്യം. അപ്പോൾ എന്താ പറയുക? കുട്ടിയോട് ഡയറക്റ്റായിട്ട് എന്ത് പറയും? ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് മേക്ക് നോയ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഡോണ്ട് എന്ന് ഉപയോഗിക്കുക. പിന്നെ വേർബിൻ്റെ V1 ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഇതല്ലാതെ ഒരു കുട്ടി വേറെ ഒരു റൂമിൽ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അതെനിക്ക് എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അത് ശല്യമായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുട്ടിയോട് പറയാതെ വേറെ ഒരാളെ വിട്ടിട്ട് മറ്റൊരാളെ കൊണ്ട് കുട്ടിയോട് പറയിപ്പിക്കുകയാണ്. എന്ത്? ശബ്ദമുണ്ടാക്കല്ലേ എന്ന്. അപ്പോൾ ഈ ആളോട് ഞാൻ പറയേണ്ടത് എന്താ? ആസ്ക് ഹിം അല്ലെങ്കിൽ ആസ്ക് ദാറ്റ് ബോയ് നോട്ട് ടു മേക്ക് നോയ്സ്. ആസ്ക് ദാറ്റ് ബോയ് നോട്ട് ടു മേക്ക് നോയ്സ്. നേരിട്ട് പറയുമ്പോൾ ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ്ക് ഹിം നോട്ട് ടു മേക്ക് നോയ്സ്. ഇവിടെ നോട്ട് ടു മേക്ക് നോക്കൂ, നോട്ട് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം മേക്ക് ഉപയോഗിച്ചു. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഡോണ്ട് സിറ്റ് ദർ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതല്ലാതെ തന്നെ വേറൊരു വഴി കൂടിയുണ്ട്. മുന്നിൽ നിൽക്കുന്ന ആളോട് ഡയറക്റ്റായിട്ട് ഞാൻ പറയുകയാണ്, I advise you not to go there. I request you not to go there. അവിടെ പോകല്ലേ എന്ന് ഞാനൊന്ന് അഡ്വൈസ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വളരെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് പറയാം. ഐ റിക്വസ്റ്റ് യു നോട്ട് ടു ഗോ ദർ. നോക്കൂ, അവിടെയും ഡയറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിലും അവിടെയും നോട്ട് ടു പ്ലസ് V1 അല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നോട്ട് ടു പ്ലസ് V1 ഉപയോഗിക്കാം. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലും ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞു ഹൊറർ മൂവീസ് ഒന്നും കാണല്ലേ എന്ന്. ഹൊറർ മൂവീസ് ഒന്നും കാണല്ലേ എന്ന് ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞു. അതെങ്ങനെയാണ് പറയുന്നത്? യെസ്റ്റർഡേ ഐ ആസ്ക്ഡ് ഹിം നോട്ട് ടു വാച്ച് ഹൊറർ മൂവീസ്. യെസ്റ്റർഡേ ഐ ആസ്ക്ഡ് ഹിം നോട്ട് ടു വാച്ച് എന്ന് തന്നെയാണ് പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഉപയോഗിച്ചത്. കാരണം ടു ആസ്ക് എന്നത് അവിടെ ഇൻഫിനിറ്റീവ് ഫോമാണ്. അവിടെ മാറ്റേണ്ട ആവശ്യമില്ല. I asked him not to watch horror movies. ഇനി ക്വസ്റ്റ്യൻ ഫോമിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ ഇവിടെ വരണ്ട എന്ന്. ഇവിടെ വരണ്ട എന്ന്. ഡിഡ് യു ആസ്ക് മീ നോട്ട് ടു കം ഹിയർ? നോട്ട് ടു കം ഹിയർ. ഡിഡ് യു ആസ്ക് മീ എന്നാൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ, നിങ്ങൾ എന്നോട് പറഞ്ഞോ ഇവിടെ വരണ്ട എന്ന്. ഡിഡ് യു ആസ്ക് മീ നോട്ട് ടു കം ഹിയർ? നോട്ട് ടു പ്ലസ് കം. I will ask him not to go to park. I will ask him. I will ask him എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറയും എന്ത്? പാർക്കിൽ പോകണ്ട എന്ന്. I will ask him not to go. I told him not to cook food. ഞാൻ അവനോട് പറഞ്ഞു. അവിടെ told എന്നാണ് ഉപയോഗിച്ചത്. I told him not to cook food. ഫുഡ് ഭക്ഷണം പാകം ചെയ്യേണ്ട എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ആസ്ക്, റിക്വസ്റ്റ്, ടെൽ, അഡ്വൈസ് ഇതൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനി വേറൊരു സെൻറ്റൻസ്, ഐ വാണ്ട് യു ടു ടോക്ക് ടു മീ. നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നമുക്ക് നോട്ട് വെച്ച് നോക്കാം. ഐ വാണ്ട് യു നോട്ട് ടു ടോക്ക് ടു മീ. നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നോക്കൂ, നോട്ട് ടു കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിച്ചത്. ഐ വാണ്ട് യു ടു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നിങ്ങൾ എന്നെ സഹായിക്കണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ വാണ്ട് യു നോട്ട് ടു ഹെൽപ്പ് മീ. അപ്പോൾ അവിടെയും നമുക്ക് നോട്ട് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം ഉപയോഗിക്കാം. ഇനി അടുത്തത് നോട്ട് ടു ഹാവ് പ്ലസ് V3 എവിടെ ഉപയോഗിക്കും? നോട്ട് ടു ഹാവ് പ്ലസ് V3, അവിടെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ്. ഒരു സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഹാസിൻറ്റ് വാഷ്ഡ് ക്ലോത്ത്സ്. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഹാസിൻറ്റ് വാഷ്ഡ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ അവൻ ഡ്രസ്സസ് ഒന്നും ക്ലോത്ത്സ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ്. ഇവിടെ നോക്കൂ, ഇതൊരു വലിയ സെൻറ്റൻസ് ആണ് അല്ലേ. ഇറ്റ് സീംസ് എന്നൊരു ക്ലോസ് ഉണ്ട്, പിന്നെ ദാറ്റ് എന്നൊരു കൺജങ്ഷൻ ഉണ്ട്, പിന്നെ ഹി ഹാസിൻറ്റ് വാഷ്ഡ് ക്ലോത്ത്സ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഷോർട്ടാക്കിയിട്ട് നമുക്ക് പറയാം. അവിടെ നമുക്ക് ഈ നോട്ട് ടു ഹാവ് ഉപയോഗിക്കാം. ഹി സീംസ് നോട്ട് ടു ഹാവ് വാഷ്ഡ് ക്ലോത്ത്സ്. ഹി സീംസ് നോട്ട് ടു ഹാവ് വാഷ്ഡ് ക്ലോത്ത്സ്. ഇപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അവിടെ നമ്മൾ നോട്ട് ടു ഹാവ് കഴിഞ്ഞിട്ട് വാഷ്ഡ് V3 ഫോം ഓഫ് വാഷ് ഉപയോഗിച്ചു. സീം എന്ന് മാത്രമല്ല, നമുക്ക് പ്രിട്ടൻഡ് ഉപയോഗിക്കാം, അപ്പിയർ ഉപയോഗിക്കാം. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഹാസൻ കുക്ക്ഡ് ഫുഡ്. അവൻ ഫുഡ് കുക്ക് ചെയ്തിട്ടില്ല, അവൻ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല എന്ന് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് പ്രിട്ടൻഡിങ് ദാറ്റ് ഹി ഹാസിൻറ്റ് കുക്ക്ഡ് ഫുഡ്. ഹി ഹാസിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോട്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാം നോട്ട് ടു ഹാവ് ഉപയോഗിച്ചുകൊണ്ട്. ഹി ഈസ് പ്രിറ്റൻഡിങ് നോട്ട് ടു ഹാവ് കുക്ക്ഡ് ഫുഡ്. രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് നോട്ട് അബ്യൂസ്ഡ് ഹിം. അവനെ അവൾ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. It seems that she has not abused him. ഇനി അതേ മീനിങ്ങിൽ തന്നെ നമുക്ക് പറയാം. She seems not to have abused him. She seems not to have abused him. വളരെ ചെറിയ ഒരു സെൻറ്റൻസായി വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് പറയാം. He claims that he hasn't burnt the house. അവൻ പറയുന്നു അവൻ വീട് കത്തിച്ചിട്ടില്ല എന്ന്. ഹീ ക്ലെയിംസ് ദാറ്റ്, ഇതിനെയും നമുക്ക് മാറ്റി പറയാം. ഹീ ക്ലെയിംസ് നോട്ട് ടു ഹാവ് ബേൺഡ് ദ ഹൗസ്. ഇനി വേറൊരു സെൻറ്റൻസ്. ഹീ ഈസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹീ ഹാസൻറ്റ് ഇൻവൈറ്റഡ് ദം. അവൻ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് മാറ്റി നോട്ട് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ച് പറയാം. ഹീ ഈസ് പ്രിറ്റൻഡിങ് നോട്ട് ടു ഹാവ് ഇൻവൈറ്റഡ് ദം. രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇനി അടുത്തത് നോട്ട് ടു ഹാവ് ബീൻ പ്ലസ് V3 എവിടെ ഉപയോഗിക്കും എന്നാണ്. നോട്ട് ടു ഹാവ് ബീൻ പ്ലസ് V3 ഇത് പാസീവ് വോയിസിലെ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് നോട്ട് ബീൻ ബീറ്റൺ. അവൻ മർദ്ദിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മർദ്ദിക്കപ്പെട്ടിട്ടില്ല എന്ന്, അപ്പോൾ വേറെ ആരോ മർദ്ദിച്ചു എന്നല്ലേ. അപ്പോൾ അവിടെ അതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. മർദ്ദിക്കപ്പെട്ടിട്ടില്ല എന്ന്, വേറെ ആരോ മർദ്ദിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അതെങ്ങനെ പറയും? ഹീ സീംസ് നോട്ട് ടു ഹാവ് ബീൻ ബീറ്റൺ. ഹീ സീംസ് നോട്ട് ടു ഹാവ് ബീൻ ബീറ്റൺ. രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇവിടെ ബീൻ ഉപയോഗിക്കുന്നത് അത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ഇറ്റ് സീംസ് ദാറ്റ് ദിസ് റൂം ഹാസ് നോട്ട് ബീൻ ക്ലീൻഡ്. ഈ റൂം ക്ലീൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ദിസ് റൂം സീംസ് നോട്ട് ടു ഹാവ് ബീൻ ക്ലീൻഡ്. ദിസ് റൂം സീംസ് നോട്ട് ടു ഹാവ് ബീൻ ക്ലീൻഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ ദിസ് റൂം ഡസൻറ്റ് സീം, ഡസ് നോട്ട് സീം എന്ന് അങ്ങനെയും പറയാം. ദിസ് റൂം ഡസ് നോട്ട് സീം ടു ഹാവ് ബീൻ ക്ലീൻഡ്. അവിടെ നോട്ട് വേണ്ട, ദിസ് റൂം ഡസ് നോട്ട് സീം എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദിസ് റൂം ഡസൻ സീം ടു ഹാവ് ബീൻ ക്ലീൻഡ്. അതുപോലെ തന്നെ നമുക്ക് ഹീ ക്ലെയിംസ്
നോട്ട് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. ഹീ ക്ലെയിംസ്, അവൻ അവകാശപ്പെടുന്നത് എന്താ? നോട്ട് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്, അവൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവൻ അവകാശപ്പെടുന്നു. ഹീ ക്ലെയിംസ് നോട്ട് ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. നോക്കൂ, ബീൻ ഇൻസൾട്ടഡ് പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അവൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. ഹീ ഡസൻറ്റ് ക്ലെയിം ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ് എന്നും പറയാം. അപ്പോൾ ഡസൻറ്റ് ക്ലെയിം എന്നുപയോഗിച്ചു. അവിടെ ഒരു നോട്ട് ആഡ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു നോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.